കഴിഞ്ഞ വട്ടം അമ്മ ഒരു ബോഗൺവില്ല എവിടുന്നോ പറിച്ചോണ്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തുളസിയും പിന്നെന്താണ് ഗണത്തിന്റെ പേരെന്തായിരുന്നു, തെങ്കാശിയും തുളസിയും മറ്റേ പ്രേതങ്ങളൊക്കെ വന്ന് കയറിയത്. ഇനി അതുകൊണ്ട് വേണ്ട, ബോഗൺവില്ല ആവശ്യം. ശരി, വേണ്ടെങ്കിൽ വേണ്ട. ഹലോ ഡാ സുകുമാര, നമുക്കിന്ന് പോണ്ടേ? ആ എൻ്റെ കുറി. എടാ സുകുമാരൻ നിന്നെ കല്യാണത്തിന് വിളിച്ചില്ലടാ. ആ സാരില്ല, നമുക്ക് എന്തായാലും പോവാ ഇനി. പിന്നല്ലാതെ, പക്ഷെ എന്റെ കുറി കളഞ്ഞു. എടാ എന്നല്ലേ വിളിക്കാത്തുള്ളൂ, നിന്നെ വിളിച്ചല്ലേ. ഇപ്പൊ നിന്നെയും വിളിച്ചില്ലേ? ഇപ്പൊ നമ്മള് രണ്ടാളും സമാസമായി. ഇവര് ആരും അറിയണ്ട, പോയി എണ്ണാം. എന്ത് വിളിച്ച്? വിളിച്ചില്ലല്ലേ? പോരുന്ന എന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ മോനെ ഷർട്ടും തേച്ചിരും. അതെന്തോന്ന്? അയ്യോ മോനെ, ഈ രാഗം ഇങ്ങനെയല്ല. മോനെ എന്താടാ ഇതൊന്ന് നോക്ക്. എടാ ഇത് ചടി. പിന്നെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അച്ഛനെ തല്ലിന്നുള്ള പേര് വരുമോ? ഒന്ന് അടിക്കടാ. എടി കഞ്ഞി എടുക്ക്. എന്താ വരണ? ചേട്ടാ, നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോണ്ടേ? സുമേഷേട്ടാ, എന്ത് സുമേഷേട്ടാ? എന്താടി? എടാ എന്താടാ? എടാ അനിയാ, എന്താടാ? അപ്പൊ നിങ്ങൾ ഇവിടുന്ന് സംസാരിച്ചോണ്ടിരിക്കുക, നമ്മളിപ്പോ വരാം. വാടാ വാടാ. എന്താമ്മേ അവരുടെ ബോഡി സ്വിച്ചായാ? ആണെന്നാണ് തോന്നണം. ഇതൊക്കെ സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അതാ റിയൽ ലൈഫില്. അച്ഛന്റെ സ്വഭാവമാണ് ജിത്തുവിന്റെ ബോഡിക്കാർ, ജിത്തുവിന്റെ സ്വഭാവമാണെങ്കിൽ അച്ഛന്റെ ബോഡിക്കാർ. ഞാൻ ആരെയാണാവോ കണി കണ്ടത്. ഈശ്വര, ഭാഗ്യമുണ്ട് മോനെ നീയൊന്നും നിൽക്കായിരുന്നത്. അമ്മ ഇന്ന് കഴിക്കാൻ എന്താ? മോന് ഞാൻ മാഗി ഉണ്ടാക്കി തരാം. മാഗിയ? എടീ കഞ്ഞി തരാം. നീ എന്തിനാടാ കടന്ന് തുള്ളണ? അമ്മ എനിക്ക് മാഗി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞച്ചാ. ഡാൻസ് കളിക്കുന്നു. എന്റെ അമ്മേനൊന്ന് വിളിച്ചേ. ഹായ് ഹായ് മാമി. മാമി എന്തോന്ന്? മനസ്സിലായില്ല. അതച്ഛൻ, ഇത് ഞാൻ ജിത്തു, സുമേഷ്. അച്ഛൻ ഒറ്റപ്പെട്ട കണ്ട യുവരാവിനെ ഒറ്റപ്പെടുത്തി തല ഒറ്റപ്പാട്. അന്നോ ന്യൂസ് ചാനലൊക്കെ മോശമാണത്. കയറി വാടാ, കണ്ട ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കാണ്ട്. ശാന്തി അല്ലാണ്ട് ഉദ്ദേശിച്ചത്. കയറി വാ. സുമേഷ് ചേട്ടൻ്റെ സ്വഭാവം ജിത്തുവിനും, ജിത്തുവിൻ്റെ സ്വഭാവം സുമേഷ് ചേട്ടനും. എന്താണ് പ്രശ്നം? ഞാൻ സുമേഷ്, അച്ഛനാണ്. ഓക്കെ, ജിത്തു ഇളയ മകൻ. ഓക്കെ, ഐ സീ.
ഏർലി മാരേജ് ആയിരുന്നല്ലേ? കാരണം മകൻ അച്ഛനേക്കാൾ പ്രായമുണ്ട്. അത് തന്നെയാണ് ഡോക്ടർ പ്രശ്നം. അതാണ് എൻ്റെ ഭർത്താവ് സുമേഷ്, അതെൻ്റെ ഇളയ മകൻ. ഇതല്ല എൻ്റെ ഭർത്താവ്, അതെൻ്റെ ഇളയ മകനാണ്. അപ്പൊ ഇയാൾ പറഞ്ഞല്ലോ ഇയാളാണ് ഞങ്ങളുടെ ഭർത്താവ് സുമേഷ്. അല്ല അല്ല അല്ല, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തായുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ? ഡോക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. മൂത്തവനാണ് മഹേഷ്, ഒന്ന് പറഞ്ഞു കൊടുക്കണം. സി മിസ്റ്റർ മഹേഷ്, താങ്കൾക്ക് വിവരവും ബുദ്ധിയും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇയാൾ പറയുന്നു ഇയാളാണ് തൻ്റെ അച്ഛൻ സുമേഷ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇയാൾ പറയുന്നു ഇയാളാണ് തൻ്റെ അനിയൻ ജിത്തു എന്ന്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇനി തൻ്റെ അമ്മ പറയുന്നു ഇയാളാണ് തൻ്റെ അച്ഛൻ സുമേഷ് എന്നും ഇയാളാണ് തൻ്റെ അനിയൻ ജിത്തു എന്നും. ശരിയാണോ തെറ്റാണോ? അമ്മ പറയുന്നത് ശരിയാണ്. ഓക്കേ, നീയൊക്കെ എന്നെ പ്രാന്തനാക്കണം. ഓരോരോ ഇങ്ങോട്ട് വന്നോ, പേര് പോലും അറിയാണ്ട് ഇറങ്ങിപ്പോടുന്നു. പിന്നെ ഇവൻ ചോദിക്കുന്ന ഉത്തരത്തിനല്ല ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ, എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഓ ഉണ്ടല്ലോ, മെഞ്ചൽ പേപ്പർ ഞാൻ എഴുതിത്തരാം. ഇറങ്ങിപ്പോഴും ഗെറ്റ് ഔട്ട്. പിന്നെ രാവേശ്, നീ ഇനി ആധാർ കാർഡ് ഉള്ളവരെ മാത്രം അകത്ത് കയറ്റിയാൽ മതി. എന്താ പേര് പോലും അറിയാത്തവന്മാര്. നീ പോ.